ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും മമ്മി ആൻഡ് മീയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പൊട്ടിപ്പോയിട്ടുള്ളൊരു കളിപ്പാട്ടും അതുപോലെ തന്നെ ചിരട്ടയും വെച്ചിട്ടുള്ളൊരു ക്രാഫ്റ്റാണ് ചെയ്യുന്നത്. നമ്മുടെ വീട്ടിലൊക്കെ മിക്കവാറും കാണൂലേ ഇതേപോലെ ഓരോരോ പൊട്ടിയിട്ടുള്ള കളിപ്പാട്ടങ്ങളൊക്കെ, അതുപോലെ തന്നെ ചിരട്ടയൊക്കെ എന്തായാലും ഉണ്ടാവും. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള ഓരോ ഐഡിയാസൊക്കെ ഉണ്ടാവും കേട്ടോ. അങ്ങനെ ഞാൻ ഒരുപാട് കാലമായി ഈ ഒരു പാവേനെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴാണ് ഞാനത് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതിങ്ങനെ ചെയ്യുന്ന സമയത്ത് എനിക്കിത് എടുത്ത ആ ഒരു ഓർമ്മയാണ് കേട്ടോ. അതായത് നമ്മൾ കൊച്ചു കുട്ടികളെ കയ്യിൽ നിന്ന് നമ്മൾ ഇതേപോലുള്ള പൊട്ടിപ്പോയ കളിപ്പാട്ടങ്ങളൊക്കെ നമ്മൾ എടുക്കുകയാണെങ്കിൽ അവർക്ക് അതുവരെ അത് ആവശ്യം ഉണ്ടാവില്ല. പക്ഷേ നമ്മളത് എടുക്കുന്നത് നമ്മുടെ ആവശ്യം കാണുമ്പോൾ അവർക്ക് അതിലേറെ കാര്യമായിരിക്കും, അത് വേണം എന്നുള്ള വാശിയായിരിക്കും. അങ്ങനെ ഒരു വാശിക്കൊക്കെ ശേഷം വാങ്ങിച്ചു കൊണ്ടുവന്ന ഒരു പാവയാണിത്. എന്തായാലും ഞാൻ എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ചിരട്ട ഒന്ന് വൃത്തിയാക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിൻ്റെ പുറം ഭാഗത്ത് ആ ഒരു ഇതൊക്കെ ഒന്ന് മാറ്റിയിട്ട് ക്ലീൻ ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ നമുക്ക് ചിരട്ട മാറ്റി വെക്കാം കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു പാവേനൊന്ന് വൃത്തിയാക്കി എടുക്കണം. ആകെ കൂടെ എന്താ പറയുക, ചെളിയായിട്ടും എല്ലാം കൂടെ അതിൻ്റെ കളറൊക്കെ നന്നായിട്ടൊന്ന് ഫെയിലായിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള പെയിൻറ്റൊക്കെ ചെയ്തെടുക്കാം. അതിന് ഡ്രസ്സിനൊക്കെ നമ്മൾ വ്യത്യസ്തമായ കളറൊക്കെ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ അടുത്തതായിട്ട് ചിരട്ടയിൽ കുറച്ച് ഗം അപ്ലൈ ചെയ്തിട്ട് നമ്മളതിലേക്ക് നമ്മൾ തെർമോക്കോളിൻ്റെ ബോൾസുകൾ വാങ്ങിക്കാനായിട്ട് കിട്ടും കേട്ടോ, പല കളറിലുള്ള. അപ്പോൾ അത് നമ്മളതിലേക്ക് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഫുള്ളായിട്ട് നമ്മൾ കവർ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇത് നമുക്കൊന്ന് ഉണങ്ങാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനിയിപ്പോൾ നമ്മളിവിടെ നേരത്തെ പെയിൻ്റൊക്കെ ചെയ്ത് വെച്ചുള്ള പാവ നന്നായിട്ട് ഉണങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ പാവേനെ ഒന്നും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ നമുക്കങ്ങനെ കുറച്ച് കാര്യങ്ങളും കൂടെ ഈ പാവയിലൊക്കെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ എന്തായാലും നമ്മുടെ പാവയ്ക്ക് എല്ലാ അറേഞ്ച്മെൻറ്റ്സൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വളയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, മാലയൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നേരത്തെ ഉണങ്ങാനായിട്ട് വെച്ചിട്ടുള്ള ചിരട്ടയിലേക്ക് കുറച്ച് ഗം അപ്ലൈ ചെയ്തിട്ട് ഈ ഒരു പാവേനെ വെച്ച് കൊടുക്കുക. ശരിക്കും ഇതിൻ്റെ ആ ഒരു ചിരട്ടയുടെ ഭാഗം വരുന്നത് അതിൻ്റെ ഉടുപ്പ് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന രീതിയിലാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കുറച്ചുകൂടി ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട്. എന്തായാലും ഇന്നത്തെ ഒരു ചെറിയൊരു ശ്രമം നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാലും എന്തായാലും അഭിപ്രായങ്ങളൊക്കെ പറയാം. നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടും. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാം. നമുക്ക് ഓരോ വിശേഷങ്ങളും വിഭവങ്ങളായിട്ടും വീണ്ടും കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.